അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സിപിഐഎം മുൻ നേതാവുമായ ജി സുധാകരനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ടി എം തോമസ് ഐസക്. 60 വർഷത്തെ ചരിത്രമുള്ള ജി സുധാകരൻ UDF തൊപ്പിവെച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സഹതാപം തോന്നി. സ്ഥാനമാനങ്ങളാണ് ജി സുധാകരന് വേണ്ടത്. മുതിർന്ന നേതാക്കൾ പാർട്ടി വിടുന്നത് പരിശോധിക്കുമെന്നും ഡോക്ടർ ടി എം തോമസ് ഐസക് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ 60 വർഷക്കാലത്തെ അദ്ദേഹം സ്വയം റദ്ദ് ചെയ്തിരിക്കുകയാണ്. എന്തൊരു ദയനീയമായിട്ടുള്ള കാഴ്ച. സത്യം പറഞ്ഞാൽ ആ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നി, സഹതാപം തോന്നി. ചില വ്യക്തിത്വങ്ങൾക്ക് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി കൂടിയിട്ട് ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം. എന്താ ഇങ്ങനെ വന്നത് എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും. അത് 9-ാം തീയതിക്ക് മുമ്പൊന്നും വേണ്ട. 9-ാം തീയതി ഇവരോട് കണക്ക് തീർത്തിട്ട് ശേഷം ഞങ്ങളിത് പരിശോധിക്കും. മുഖ്യമന്ത്രിയുടെ ചെറ്റാ പരാമർശത്തിൽ പ്രതികരണവുമായി തോമസ് ഐസക്. ജി സുധാകരന്റെ പ്രവൃത്തി വളരെ മോശമെന്നും വാക്കിൽ കടിച്ചു തൂങ്ങേണ്ടതില്ല എന്നും പ്രതികരണം. വാക്കുമ്പോൾ കിടന്നതും കടിച്ചു തൂങ്ങിയൊന്നും വേണ്ട. വളരെ മോശം എന്നുള്ള അർത്ഥം തന്നെ ഉള്ളൂ. വളരെ വളരെ മോശം. അതിനൊരു ഗ്രാമ്യപ്പുറയോ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അതിൻ്റെ അർത്ഥമില്ല. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിഷ്ണു, അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കും പ്രതികരിക്കുന്നതല്ലേ? അമൃത, ഈ ജി സുധാകരന്റെ UDF-ന്റെ പിന്തുണ നേടിയ ശേഷം, അല്ലെങ്കിൽ അദ്ദേഹം CPM വിട്ട ശേഷം ഏറ്റവും ആദ്യമായാണ് ടി എം തോമസ് ഐസക് ഒരു പ്രതികരണം നടത്തുന്നത് ഈ വിഷയത്തിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്പലപ്പുഴയിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും CPM-ന്റെ അവസാന വാക്കുകളായിരുന്നു. തോമസ് ഐസക്കും ജി സുധാകരനും ഒരുമിച്ച് ഒരുപാട് കാലം പ്രവർത്തിച്ചവരാണ്, ഒരേ സമയത്ത് മന്ത്രിമാരായി എത്തിയ ആളുകളാണ്. ആ ഘട്ടത്തിലാണ് ഈ പരാമർശങ്ങളുടെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത്. കേവലം രാഷ്ട്രീയ വ്യത്യാസമോ അല്ലെങ്കിൽ നയപരമായ വ്യത്യാസമോ അല്ല, അതിനപ്പുറത്തേക്ക് സ്ഥാനമാനങ്ങളോടുള്ള ആർത്തിമൂത്ത് ജി സുധാകരൻ പാർട്ടി വിട്ടുപോയി എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം UDF-ന്റെ തൊപ്പിയുമൊക്കെയായി വെച്ച് നിൽക്കുന്നത് കണ്ടിട്ട് സഹതാപം തോന്നുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ കഴിഞ്ഞ 60 വർഷത്തെ ജി സുധാകരന്റെ ചരിത്രം അദ്ദേഹം തന്നെ റദ്ദ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അമ്പലപ്പുഴയിൽ നിന്ന് ഒരാളും ജി സുധാകരനൊപ്പം പോകില്ല. H സലാമിന്റെ വിജയം അമ്പലപ്പുഴയിൽ ഉറപ്പാണെന്ന് പറയുന്നു. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ പാർട്ടി വിട്ടു പോകുന്നത് അതിനൊരു പരിശോധന ഉണ്ടാകും എന്ന കാര്യം കൂടി കേന്ദ്ര കമ്മിറ്റി കൂടി അംഗമായ ടി എം തോമസ് ഐസക് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അത് ഈ 9-ാം തീയതിക്ക് ശേഷമായിരിക്കും, തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു പരിശോധന ഉണ്ടാവുകയുള്ളൂ. അതിന്റെ സാഹചര്യം മാത്രമേ നിലവിലുള്ളൂ എന്ന് പറയുന്നു. ഈ പാർട്ടി വിട്ടുപോയവർക്കെല്ലാം കണക്ക് തീർക്കും തെരഞ്ഞെടുപ്പിൽ എന്നുകൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ജി സുധാകരനെതിരെ അതിരൂക്ഷ വിമർശനം കേന്ദ്ര കമ്മിറ്റി അംഗമായ ടി എം തോമസ് ഐസകിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.